ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് സേഫ്. അപ്പോൾ നമ്മുടെ ന്യൂ KWA സിലബസ് അനുസരിച്ചിട്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ പോർഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് 25 മാർക്കാണ്. അപ്പോൾ ഈ 25 മാർക്കിന് ഒരു ക്വിക്ക് റിവിഷൻ പോലെ ജസ്റ്റ് ഇത് മെയിനായിട്ട് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ അവർ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഹെഡിങ് മാറ്റിയിട്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് ആക്കി കൊടുത്തു. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കത് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഒരു ക്വിക്ക് റിവിഷൻ പോലെ നോക്കാം. അപ്പോൾ ഞാൻ ഈ സിലബസ് ഫുള്ളായിട്ട് കടന്നു പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മോസ്റ്റ്ലി റിട്ടേൺ ആയിട്ടൊന്നും ഉണ്ടാകില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നു, ഐ എം നോട്ട് വെരി ഗുഡ് ആൻഡ് ടീച്ചിങ്. ഞാൻ ടീച്ചിങ്ങിൽ തീരെ പിന്നോട്ടാണ്. എനിക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ് ആകട്ടെ ആയാൽ ഓക്കെ, അത്രയും നല്ലത് എന്ന ആ ഒരു രീതിയിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. സോ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ, നോയ്സ് പൊല്യൂഷൻ. ഇതാണ് നോർമലി ഒരു എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതല്ലാതെ അതിൽ കുറേ എക്സ്ട്രാ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് കവർ ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് വാട്ടർ സപ്ലൈങ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അപ്പോൾ ഈ കാര്യത്തിലൊക്കെ വേരിയസ് വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ടാകും. സോ ആ വേരിയസ് വർക്ക്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. സോ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഒരു സിസ്റ്റം ആണ്. നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയർ എന്ത് ചെയ്യണം? ഇത് വന്നിട്ട് ഡിസൈൻ ചെയ്യണം, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് സപ്ലൈ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ ജോബ്. നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് വന്നാൽ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ വെള്ളം വന്നിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കണം. ബിക്കോസ് വാട്ടർ ഈസ് നോട്ട് എ ഫാക്ടറി മെയ്ഡ് വൺ, റൈറ്റ്? അതൊരു നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സാണ്. ഈ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ് എന്ത് ചെയ്യണം? അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മളത് കമ്മ്യൂണിറ്റിക്ക് സെർവ് ചെയ്യണം. ഓക്കെ, സോ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ സെർവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ നേച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് പല തരത്തിലുള്ള സോഴ്സ് ആയിരിക്കാം. റിവർ ആയിരിക്കും, ലേക്ക് ആയിരിക്കും, അങ്ങനെ കുറേ തരത്തിലുള്ള സോഴ്സ് വന്നിട്ടുണ്ടാകും. സോ ഈ സോഴ്സിൽ നിന്നും വാട്ടർ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, സോ കളക്ട് ചെയ്തിട്ട് അതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഈ ട്രാൻസ്പോർട്ട് ചെയ്യണതിനെയാണ് നമ്മൾ കൺവെയൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാട്ടറൊക്കെ വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ എന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കൊടുത്തു. സോ ഈ ഹോൾ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹോൾ പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്. ഈ ഹോൾ പാർട്ടിനെയാണ് വാട്ടർ സപ്ലൈയിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റീൻ്റെ എക്കണോമി, സേഫ്റ്റി, അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, പിന്നെ നമ്മൾ ഈ വാട്ടർ എന്ന് പറയുന്നത് റൈറ്റ് ക്വാളിറ്റിയിൽ വേണം, അതേപോലെ തന്നെ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ആയിരിക്കണം നമ്മളെപ്പോഴും വന്നിട്ട് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെൽ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യണം ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന്. ഓക്കെ, പിന്നെ അപ്പോൾ കോസ്റ്റ് അതുപോലെ തന്നെ എക്കണോമി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ എക്സാമ്പിൾ, അപ്പോൾ അത് ഫസ്റ്റ് വന്നിട്ട് സേഫ്റ്റി ഉണ്ടാകണം, അതുപോലെ തന്നെ എക്കണോമി, മെയിനായിട്ട് എക്കണോമി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്വിക്ക് റിവിഷൻ പോലെ നോക്കി പോകട്ടോ, അല്ലെങ്കിൽ അത് തീരില്ല. അപ്പോൾ ക്വിക്ക് റിവിഷൻ പോലെ നോക്കി പോകാം. സോ പോപ്പുലേഷൻ വന്നിട്ട് അതായത് ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസൈൻ പീരീഡ് ഇൻടു പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് ആണ്. പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീൻ്റെ പോപ്പുലേഷൻ വന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം, ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ ഇയേഴ്സ്, അപ്പോൾ 20 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് പോപ്പുലേഷൻ എങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ട് വേണം, അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഈ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഇതാണ് പോപ്പുലേഷൻ
ഫോർകാസ്റ്റിംഗ്. സോ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുക, അതാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് കുറേ മെത്തേഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അപ്രോക്സിമേഷനിലാണ് നമ്മളിപ്പോഴും വന്നിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ബർത്ത് റേറ്റ്, ഇമിഗ്രേഷൻ, അതുപോലെ തന്നെ ഡെത്ത് റേറ്റ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഡെമോക്രാറ്റിക് ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർമൽ സർക്കംസ്റ്റൻസസിന് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലോജിസ്റ്റിക് കർവ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ലോജിസ്റ്റിക് കർവ് ആണ്. അണ്ടർ ദിസ് നോർമൽ സർക്കംസ്റ്റൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് എ കമ്മ്യൂണിറ്റി വന്നിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്ത് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ലോജിസ്റ്റിക് കർവ് ആണ് അത് വന്നിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ ആൻഡ് ടൈം. പോപ്പുലേഷനും ടൈമും തമ്മിലുണ്ടാകുന്ന ഒരു പ്ലോട്ടാണ്. സോ ഇങ്ങനെ ഉണ്ടാകും. സോ ഇത് എ, ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ. സോ ഇതിൽ എ ബി എന്ന് പറയുന്നത് ഏർലി ഗ്രോത്ത് ആണ്, ബി സി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, സി ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, ഡി ഇ എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി എവിടെയൊക്കെ ഫ്ലറിഷ് ചെയ്യണോ ആ സ്ഥലത്തൊക്കെ ഓരോ തരത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു സിറ്റി ആയിട്ട് മാറില്ലല്ലോ. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് റിസോഴ്സ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം ഉണ്ടാവും, അപ്പോൾ അവിടെ നമ്മൾ പോയി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതാണ് ലോജിസ്റ്റിക് കർവ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ ആൻഡ് ടൈം. ഓക്കെ, പിന്നെ ഈ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് വന്നിട്ടുണ്ട്. ഫ്രം ദിസ് ലോജിസ്റ്റിക് കർവ് അനുസരിച്ചിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നും ആ മെത്തേഡ്സിൻ്റെ ഫോർമുലാസ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇടും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. സോ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് മെത്തേഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മെത്തേഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മെത്തേഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മെത്തേഡ്. അപ്പം ഈ മെത്തേഡ് വന്നിട്ട് എവിടെയാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഓൾഡ് അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വന്നിട്ടുണ്ടല്ലോ. സോ ഓൾഡും അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വന്നിട്ടുണ്ടല്ലോ. സോ ഓൾഡും അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനാണ് ഇത് വന്നിട്ട് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ പോപ്പുലേഷൻ വിൽ ബി DP1 is approximately equal to DP2 is approximately equal to DP3. അതായത് ഡി പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ ബിറ്റ്വീൻ ദിസ് ടു സക്സസീവ് ടൈം പീരിയഡ് T1 ആൻഡ് T2. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലത്തെ ഡി പി എന്ന് പറയുന്നത് എന്താണ്? സോ ഡി പി എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ചേഞ്ച് ആണ്, സക്സസീവ് ടൈം പീരിയഡിന് തമ്മിൽ ഉണ്ടാകുന്ന ഒരു പോപ്പുലേഷൻ ചേഞ്ച് ആണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഡാറ്റ വഴി, അതായത് ഈ സെൻസസ് ഡാറ്റ വഴിയിട്ട് നമ്മൾ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഈ ചേഞ്ചസ് വന്നിട്ട് ലാസ്റ്റ് ഇയറിൽ സംഭവിക്കുന്നത് ആദ്യം വന്നിട്ട് നോക്കി, എന്നിട്ട് അത് ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ഡാറ്റ വന്നിട്ട് ടൈം ടു ടൈം നോക്കി കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ഇൻ പോപ്പുലേഷൻ എങ്ങനെയാണ്, അതൊരു സെറ്റിൽഡ് കമ്മ്യൂണിറ്റി ആണോ, അതായത് ഓൾഡ് കമ്മ്യൂണിറ്റി ആണോ, അതേപോലെ തന്നെ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഓക്കെ, അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഓൾഡ് ആൻഡ് സെറ്റിൽ കമ്മ്യൂണിറ്റിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ ലക്നൗ വന്നിട്ട് അതായത് ഓക്കെ, സോ ലക്നൗക്ക് ഒരു എക്സാമ്പിളാണ് ഇതിൻ്റെ. അതായത് ഈ ഫോർമുലയിലേക്ക് നമുക്ക് കടക്കാം. സോ ഇത് കൂടുതലായിട്ട് അരിത്തമാറ്റിക് ഗ്രോത്ത് ആണ് ഇതിൽ നടക്കുന്നത്. സോ അരിത്തമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുമ്പം അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇത് വന്നിട്ട് ടൈമും ഇത് പോപ്പുലേഷനും. സോ ഡി പി വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വേരിയേഷൻ. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫോർമുലയിലേക്ക് കടക്കാം. സോ ഫോർമുല എന്ന് പറയുന്നത് PN = P0 + NX bar. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പി എൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആയിട്ടുള്ള പോപ്പുലേഷൻ അറ്റ് ദ ടൈം TN. സോ ടൈം TN ടൈം പീരിയഡിൽ വന്നിട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പോപ്പുലേഷനാണ് PN എന്ന് പറയുന്നത്. P0 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ അറ്റ് ദ ടൈം പീരിയഡ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദ ഡീക്കേഡ്സ് ആണ്. ദാറ്റ് ഈസ് TN - T0 ഡിവൈഡഡ് ബൈ ദിസ് 10, അത്ര നമ്പർ ഓഫ് ഡീക്കേഡ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് X ബാർ എന്ന് പറയുന്നത് എത്ര ചേഞ്ച് ആണ്. അപ്പോൾ X ബാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് X1 + X2 + - Xn ഡിവൈഡഡ് ബൈ ദിസ് N. അപ്പോൾ X ബാർ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോയി വെച്ചാൽ, അപ്പോൾ ഇതിൽ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. സോ 1970, 80, 90, 2000. ഓക്കെ, സോ അതിൽ പോപ്പുലേഷനും തന്നിട്ടുണ്ട്. സോ 40,000, 46,000, 53,000, 58,000. നെക്സ്റ്റ് ഈസ് XI.
ഓക്കെ, എക്സ് ഐ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് 46,000 മൈനസ് 40,000, ദാറ്റ് ഈസ് 6,000. ആൻഡ് ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 7,000 കിട്ടും. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5,000 കിട്ടും. അപ്പോൾ ഇതാണ് എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് വന്നിട്ട് x1, x2, x3. സോ എക്സ് ബാർ ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 divided by 3. So we'll get that 6,000 plus 7,000 plus 5,000 divided by 3. We'll get answer as 6,000 per year എന്ന് പറഞ്ഞിട്ട് കിട്ടും. നെക്സ്റ്റ് വി വാണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫോർമുല, ദാറ്റ് ഈസ് പി എൻ ഈക്വൽ ടു പി നോട്ട് പ്ലസ് എൻ എക്സ് ബാർ. സോ പി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോപ്പുലേഷൻ, ഫോർകാസ്റ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ. ഇതിൻ്റെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദ ഡിക്കേറ്റ്സ് ആണ്. സോ ഇത് വന്നിട്ട് 2000 ആണല്ലോ. അപ്പോൾ 2000 ആണ്. നമുക്കിപ്പോൾ 2010 കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2010 കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സോ 2010 മൈനസ് 2000 divided by number of the decades, that is you want to find it as 10. Okay, so നമുക്ക് എത്ര കിട്ടും? എത്ര ഡിക്കേറ്റ്സ്? ദാറ്റ് ഈസ് 2010 മൈനസ് 2. അപ്പോൾ നമുക്ക് 10/10 എന്ന് കിട്ടും. സോ 10/10 ദാറ്റ് ഈസ് 1 ഡിക്കേഡ് ആണ് ആൻസർ. ദാറ്റ് ഈസ് n ഈക്വൽ ടു 1. അപ്പോൾ n എന്ന് പറയുന്നത് 1 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 6,000 ആണ്. ദാറ്റ് ഈസ് പി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ദാറ്റ് ഈസ് 58,000 ആണ്. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പി നോട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 64,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. സോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ ഓർത്താൽ മതി, അല്ലെങ്കിൽ അപ്പോൾ ഓർത്താൽ മതി ഏതൊക്കെ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടും. സോ ഓൾഡ് അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? ഓക്കെ, അത് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ആണ് ഫോളോ ചെയ്യണം, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. സോ ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോഗറിതമിക് മെത്തേഡ് ഓർ ദസ് എക്സ്പെൻഷ്യൽ ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നോർമലി ഒരു ഗേറ്റ് അല്ലെങ്കിൽ IS ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ ഒരു കാൽക്കുലേറ്റർ വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് വെരി ഫാസ്റ്റ് അതുപോലെ തന്നെ റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. സോ ഇത് വന്നിട്ട് വെരി ഫാസ്റ്റ് ഓർ വി ക്യാൻ സേ ദാറ്റ് റാപ്പിഡ് ഗ്രോയിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ഓർ വി ക്യാൻ സേ ദാറ്റ് യങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. സോ ഏതൊരു കമ്മ്യൂണിറ്റി വന്നിട്ടും ദാറ്റ് ദ ട്രെൻഡ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് മറ്റേ ഈക്വൽ ആയിരുന്നു. DP1 ലെസ് ദാൻ DP2 ലെസ് ദാൻ DP3 ഈ ഒരു ട്രെൻഡിൽ ഫോളോ ചെയ്യുന്നത്. ഓർ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും അതിലുണ്ടാകാം. അപ്പോൾ ഞാൻ ഡെറിവേഷനിലേക്കൊന്നും കിടക്കുന്നില്ല. സോ പി എൻ ഈക്വൽ ടു P0 ഇൻറ്റു E റേസ് ടു R ഇൻറ്റു TN മൈനസ് T0. ഓക്കെ, സോ ഇതാണ് ഫോർമുല. സോ PN ഈക്വൽ ടു P0 ഇൻറ്റു E റേസ് ടു R ഇൻറ്റു TN മൈനസ് T0. ഓർ വേറൊരു ഫോർമുലയുണ്ട്, ഈ ഫോർമുല ആയിരിക്കും കൂടുതൽ എല്ലാവർക്കും അറിയുന്നത്. ദാറ്റ് ഈസ് P0 ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു N. 1 പ്ലസ് R ബാർ ബൈ 100 ഹോൾ റേസ് ടു N. സോ ഇതും വേറൊരു ഫോർമുലയാണ്. ദാറ്റ് ഈസ് PN ഈക്വൽ ടു P0 E റേസ് ടു R ഇൻറ്റു TN മൈനസ് T0. ഓക്കെ, അപ്പോൾ ഇതിൽ R എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്. സോ നമുക്ക് R എന്ന് പറയുന്നത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യണം? സെൻസസ് വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ടൈം പീരീഡ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇപ്പോൾ ടൈം പീരീഡ് തന്നിട്ടുണ്ട് 1, 2, 3. പോപ്പുലേഷൻ തന്നിട്ടുണ്ട് 1 lakh, 1.4 lakh, 1.68 lakh എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് RA വാല്യൂ കണ്ടുപിടിക്കണം. RA വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് മൈനസ് ഇത് ഡിവൈഡഡ് ബൈ ദ ഫസ്റ്റ് വാല്യൂ ഇൻറ്റു 100. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് PI പ്ലസ് 1 മൈനസ് PI ഡിവൈഡഡ് ബൈ ദിസ് PI ഇൻറ്റു 100. ഓക്കെ, അതായത് 1.4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു 100. That is we got that 40%. Next is 1.68 minus 1.4 divided by 1.4 into 100. അപ്പോൾ 20% എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് R എന്ന് പറയുന്നത് R1 ഇൻറ്റു R2. പിന്നെ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ആണ്? ദാറ്റ് ഈസ് 1/2 ആണ് ഇവിടെ. അപ്പോൾ ഇത് വന്നിട്ട് 3 വാല്യൂസ് ആണെങ്കിൽ R1, R2, R3 ആണെങ്കിൽ R1 ഇൻറ്റു R2 ഇൻറ്റു R3 ഇൻറ്റു ഹോൾ റേസ് ടു 1/3 എന്ന് പറയാം. ഓക്കെ, സോ നമുക്കിതെങ്ങനെ കിട്ടി? സോ 40 ഇൻറ്റു 20 ഹോൾ റേസ് ടു 1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് 800. സോ വിൽ ഗെറ്റ് നമുക്ക് ഇതിൽ R വാല്യൂ കിട്ടി. ഓക്കെ, സോ വിൽ ഗെറ്റ് 28.28 ആയിട്ട് കിട്ടി. സോ R ബാർ ഓർ ദിസ് R വാല്യൂ നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് P0 എന്ന് പറയുന്നത് P0 ലേറ്റസ്റ്റ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് 1.68. സോ P0 ഇൻറ്റു 1 പ്ലസ് R ബാർ, ഇതാണ് ഫോർമുല. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് R ബൈ 100. സോ 1 പ്ലസ് R ബാർ ഇതാണ്, ദാറ്റ് ഈസ് 28.28
0.28 divided by 100 whole raised to n. n is the number of the decades. അപ്പോൾ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ഡീക്കേഡ്സ് എത്ര കൊടുക്കാം? ലൈക്ക് n വന്നിട്ട് ഇപ്പോൾ 1 ഡിക്കേഡ് ആണെങ്കിൽ റേസ് ടു 1. അപ്പോൾ n വന്നിട്ട് വേറെയാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ വന്നിട്ട് 4ൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ n അങ്ങനെയാണ്. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ n നമ്പർ ഓഫ് ഡിക്കേഡ്സ് കണ്ടുപിടിക്കാം. സോ ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ഫൈനൽ ആൻസർ അബൌട്ട് 2.2 lakhs. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ എന്തൊക്കെ പഠിച്ചു? യങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെരി ഫാസ്റ്റ് ഓർ റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആസ് വെൽ ആസ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് രണ്ടും കൂടിയിട്ടും കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് വെരി സ്യൂട്ടബിൾ ഫോർ ദ കമ്മ്യൂണിറ്റി. ഇങ്ങനത്തെ ട്രെൻഡ് ഓഫ് പോപ്പുലേഷൻ ഒന്നെങ്കിൽ വന്നിട്ട് DP1 ലെസ് ദാൻ DP2 ഗ്രേറ്റർ ദാൻ DP3, അല്ലെങ്കിൽ വന്നിട്ട് DP1 ഗ്രേറ്റർ ദാൻ DP2 ലെസ് ദാൻ DP3. ഈ ഒരു ട്രെൻഡ് ഓഫ് പോപ്പുലേഷൻ കാണിക്കുന്നതിലാണ്. ഓക്കെ, സോ ഇത് വന്നിട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. സോ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഫോമുല എന്താ? PN = P0 + NX bar. അപ്പോൾ ഇതിൽ ഒരു ഇതും കൂടി എക്സ്ട്രാ വരും. അത്ര n × n+1 ഡിവൈഡഡ് ബൈ 2 ± y bar. ഓക്കെ, അപ്പോൾ ഇതിൽ y ബാർ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് x ബാർ കണ്ടുപിടിക്കാൻ അറിയാം, നമ്പർ ഓഫ് ഡിക്കേഡ്സ് എത്രയാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് y ബാർ വന്നിട്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ y ബാർ വന്നിട്ട് കണ്ടുപിടിക്കുക. സോ y ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടിയ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് എക്സ് ബാറാണ്. ഓക്കെ, സോ എക്സ് ബാർ കണ്ടുപിടിക്കുക. x1 x2 x3 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് വന്നിട്ട് ഇത് മൈനസ് ഇത്, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അടുത്തത് ഇത് മൈനസ് ഇത്, അതൊരു വാല്യൂ കിട്ടും. അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്ത്, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്ത്, അങ്ങനെ എഴുതിയിട്ട് y ബാർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് y1 + y2 + y3 ഡിവൈഡഡ് ബൈ 3, അല്ലെങ്കിൽ y1 + y2 ഡിവൈഡഡ് ബൈ 2. ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് അനദർ മെത്തേഡ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഗ്രോത്ത് മെത്തേഡാണ്. ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡിക്രീസിങ് ഗ്രോത്ത് മെത്തേഡ്. സോ ഡിക്രീസിങ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് അപ്രോച്ച് ടു സാച്ചുറേഷൻ. സോ സാച്ചുറേഷനിലേക്ക് ആകാൻ പോകുന്ന ഒരു ഇതിലാണ് ഇത് കൂടുതലായിട്ടാണ്. ലൈക്ക് എക്സാമ്പിൾ ഈസ് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അതൊക്കെ പോപ്പുലേഷൻ അവിടെയൊക്കെ ഫുൾ നിറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് സ്ഥലമൊന്നും ഇല്ല എന്ന് പറയുന്ന പോലത്തെ അത്രയ്ക്ക് നിറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഈ മെത്തേഡ് വന്നിട്ട് വെരി സ്യൂട്ടബിൾ ഫോർ ദ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് very fastly approaching towards the saturation, or we can say that it is following the trend that is DP1 greater than DP2 greater than DP3. so ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫോർ ദിസ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഗ്രോത്ത് മെത്തേഡിൻ്റെ കർവ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് PN = P0 × 1 - R0 - D bar divided by this 100 into 1 - R0 - 2 D bar divided by this 100. അങ്ങനെ 1 ലാസ്റ്റ് വരെ പോകും. ദാറ്റ് ഈസ് 1 + R0 - N D bar divided by this 100. ഓക്കെ, സോ ഇതാണ് ഫോമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ അരിത്തമാറ്റിക് പഠിച്ചു. അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, പിന്നെ ഡിക്രീസിങ് ഗ്രോത്ത് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വന്നിട്ട് ലോജിസ്റ്റിക് കർവ് മെത്തേഡാണ്. സോ ലോജിസ്റ്റിക് കർവ് മെത്തേഡിൽ നമുക്ക് ഇറ്റ് ഫോളോസ് എ ലോജിസ്റ്റിക് കർവ്. ഓക്കെ, സോ പോപ്പുലേഷനും ടൈമും ലോജിസ്റ്റിക് കർവ് വന്നിട്ട് ഫോളോ ചെയ്യണം. സോ ഇതിൽ നമ്മൾ PT കണ്ടുപിടിക്കാൻ ഈ ഫോമുല അങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് PS divided by this 1 + m e raised to nt. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് PS? PS = 2 P0 P1 P2 minus P1² into P0 + P2 divided by P0 P2 minus P1. സോ ഇത് നമുക്ക് ഈ ഫോമുല അങ്ങനെ ചോദിക്കാമല്ല, ജസ്റ്റ് ഒരു ഓപ്ഷൻസിലേക്ക് ഇട്ട് ചോദിക്കാം. ദാറ്റ് ഈസ് PS = 2 P0, 3 ഇത് 2 P0 P1 P2 മൈനസ് പിന്നെ അത് കഴിഞ്ഞ് P1² P0 + P2. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ദാറ്റ് ഈസ് P0 P2 മൈനസ് P1. അടുത്തത് M. സോ M വാല്യൂ എന്ന് പറയുന്നത് PS - P0 ഡിവൈഡഡ് ബൈ ദിസ് P0. അടുത്തത് N വാല്യൂ എന്ന് പറയുന്നത് 1/T1 × ln P0 × PS - P1 divided by
P1 ഇൻറ്റു പി എസ് മൈനസ് പി നോട്ട്. സോ പി എസ് മൈനസ് പി വണ്ണും പി എസ് മൈനസ് പി നോട്ടും അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ സൈഡ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ നോർമലി അങ്ങനെ ചോദിക്കാറില്ല. മുമ്പ് പണ്ടൊക്കെ റിട്ടേൺ ടെസ്റ്റൊക്കെ ഉള്ള സമയം മേ ബി ഈ ഫോമുലാസൊക്കെ ചോദിക്കാം. ബട്ട് ഓപ്ഷൻസിൽ ഇതൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞു. പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെർ ക്യാപിറ്റൽ വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിച്ചു. സോ പെർ ക്യാപിറ്റൽ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ആവറേജ് ആനുവൽ വാട്ടർ കൺസപ്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പോപ്പുലേഷൻ എന്നാണ്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേരിയേഷൻ ഇൻ ദ വാട്ടർ ഡിമാൻഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയേഷൻ ഇൻ ദ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ വേരിയേഷൻ വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ്, ദാറ്റ് ഈസ് ക്യൂമാക്സ് ഡെയിലി എന്ന് പറയുന്നത്. സോ മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 1.8 ക്യൂ ആണ്. നെക്സ്റ്റ് ഈസ് മാക്സിമം ഹാർലി വാട്ടർ ഡിമാൻഡ്. സോ മാക്സിമം ഈ ഇതിൽ മാക്സിമം ഹവർലി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 1.5 ഇൻറ്റു ക്യൂമാക്സ് ഡെയിലി, 1.5 ഇൻറ്റു ക്യൂമാക്സ് ഡെയിലി, ഓർ വി ക്യാൻ സേ ദാറ്റ് 2.7 ക്യൂ. ഓക്കെ, സോ പിന്നെ അടുത്തത് മിനിമം. ഓക്കെ, സോ പിന്നെ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്. സോ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്യൂമാക്സ് ഡെയിലി പ്ലസ് ഫയർ ഡിമാൻഡ്, ക്യൂമാക്സ് ഡെയിലി പ്ലസ് ഫയർ ഡിമാൻഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഹാർലി ഡിമാൻഡ് ഓർ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ്, അതിലേതാണ് കൂടുതലും അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അടുത്തത് വാട്ടർ ഡിമാൻഡ് വേരിയസ് ടൈപ്സ് ഉണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് ആണെങ്കിൽ 135 to 200 LPCD, ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് ആണെങ്കിൽ 50 LPCD. അടുത്തത് അപ്പോൾ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് ആണെങ്കിൽ 135 to 200 LPCD, ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് ആണെങ്കിൽ 50 LPCD, ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ 50 ആണ്, കമേഴ്ഷ്യൽ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ 20 ആണ്, പബ്ലിക് യൂസിന് വന്നിട്ട് 10 ആണ്. ഫയർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമ്പെരിക്കൽ ഫോമിൽ യൂസ് ചെയ്യും. സോ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ലോസ് ആൻഡ് തെഫ്റ്റിനെ കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ആണ്, ഓർ വി ക്യാൻ സേ ദാറ്റ് 15 to 20% ഓഫ് ദ ടോട്ടൽ ഡിമാൻഡ്. നെക്സ്റ്റ് ടോട്ടൽ പെർ ക്യാപിറ്റൽ വാട്ടർ ഡിമാൻഡ് വി ക്യാൻ സേ ദാറ്റ് 270 to 335 ആണ് ടോട്ടൽ പെർ ക്യാപിറ്റൽ വാട്ടർ ഡിമാൻഡ്. അതിൽ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്, സോ ടോട്ടൽ പെർ ക്യാപിറ്റൽ വാട്ടർ ഡിമാൻഡ് ഈസ് 270 to 335 LPCD. അതിൽ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 135 to 200 LPCD. സോ അതിൽ 50 LPCD ഏതാണ്? ഇൻഡസ്ട്രിയലിന് 50, കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ 20, അതുപോലെ തന്നെ 10 എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് യൂസിന്. പിന്നെ തെഫ്റ്റും കമ്പൻസേറ്റ് ചെയ്യാൻ, തെഫ്റ്റ് ആൻഡ് ലോസസ് കമ്പൻസേറ്റ് ചെയ്യാൻ 15 LPCD, or we can say that 15 to 20% of the total demand. Okay, next is empirical formula for this fire demand. Fire ഡിമാൻഡിനുള്ള empirical formulas എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിട്ട് ക്വിറ്റ്സ്ലിംഗ് ഫോർമുല, ദാറ്റ് ഈസ് Q equal to 3182 root of the speed. അപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കും. സോ ഇറ്റ് ഈസ് ക്വിറ്റ്സ്ലിംഗ്സ് ഫോർമുല 3182 root of the speed. Okay, so P is always in 1000. Next is Freeman's formula. So Freeman formula എന്ന് പറയുന്നത് 1136 into P by 5 plus 10. അപ്പോൾ ഇതിൽ ചിലതിൽ ഇപ്പോൾ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്, ചിലത് P by 10 plus 10 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രീമാൻസ് ഫോർമുല. സോ ഇതാണ് ഫ്രീമാൻസ് ഫോർമുല എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ ബോർഡ് ഓഫ് ദ ഫയർ അണ്ടർ റൈറ്റ്സ് ഫോർമുല, ദാറ്റ് ഈസ് Q equal to 4637 root of this P into 1 minus 0.1 that is 0.01 into root of this P. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് നാഷണൽ ബോർഡ് ഓഫ് ദിസ്. സോ ദിസ് ഈസ് നാഷണൽ ബോർഡ് ഓഫ് ഫയർ, National Board of this Fire under rights formula എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ബസ്റ്റൻസ് ഫോർമുല, ദാറ്റ് ഈസ് Q equal to 5663 root of this P. So P is the population in this 1000 and Q is the fire demand, that is in liter per minute. Okay, so Q എന്ന് പറയുന്നത് 3182 root of this P is Freeman's formula, Kuchling's formula എന്ന് പറയുന്നത് 3182 root of this P. നെക്സ്റ്റ് ഫ്രീമാൻസ് ഫോർമുല, സോ ഫ്രീമാൻസ് ഫോർമുല എന്ന് പറയുന്നത് 1136. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഓർക്കാം. സോ ഫസ്റ്റ് കുച്ച്ലിങ്സിലാണ് തുടങ്ങും. കുച്ച്ലിങ്സ് എന്ന് പറയുമ്പോൾ 3182 root of this P. പിന്നെ അതുപോലത്തെ സിമിലാരിറ്റി വരുന്നതാണ് ബസ്റ്റൻസ് ഫോർമുല, ദാറ്റ് ഈസ് 5663 root of this P. പിന്നെ അത് കഴിഞ്ഞ് ബ്രാക്കറ്റിലൊക്കെ വരുന്നതാണ് ഫ്രീമാൻസും. നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർ റൈറ്റ്സ് ഫോർമുല എന്ന് പറയുന്നത് വലിയ ബ്രാക്കറ്റിൽ വരുന്നതാണ്, കാരണം ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് മാത്രമേ ചോദിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ മേ ബി ചോദിച്ചാൽ ഇതിലുണ്ടെങ്കിൽ ചോദിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കില്ല. ദാറ്റ് ഈസ് Q equal to 4637 root of this P into 1 minus 0.01 root of this P. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്രീമാൻസ് ഫോർമുല. ഫ്രീമാൻസ് ഫോർമുല എന്ന് പറയുന്നത് 1136 into P by 5 plus 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ
ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഈസ് എഫക്റ്റിംഗ് ദ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിട്ട് സൈസ് ഓഫ് കമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്യും, ക്ലൈമാറ്റിക് കണ്ടീഷൻ എഫക്റ്റ് ചെയ്യും, ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ എഫക്റ്റ് ചെയ്യും, പ്രഷർ ഇൻ സിസ്റ്റം എഫക്റ്റ് ചെയ്യും, ടൈപ്പ് ഓഫ് സപ്ലൈ എഫക്റ്റ് ചെയ്യും, ആൻഡ് നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് സിവറേജ് സിസ്റ്റം എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ വാട്ടർ, കോസ്റ്റ് ഓഫ് ദ വാട്ടറും വാട്ടർ മീറ്റർ. സോ ദീസ് ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഈസ് എഫക്റ്റിംഗ് ദ വാട്ടർ ഡിമാൻഡ്. മേ ബി ഇൻ ദ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം സം ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഈസ് എഫക്റ്റിംഗ് വാട്ടർ ഡിമാൻഡിൽ. സോ അതിൽ മെട്രിങ് സിസ്റ്റം, ഇത് ഈ ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് മെട്രിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ മെട്രിങ് സിസ്റ്റം ഈ സം ഓഫ് ദ ഫാക്ടർ വിച്ച് ഈസ് എഫക്റ്റിംഗ് ദ വാട്ടർ ഡിമാൻഡ്. ഓക്കെ. പിന്നെ ഡിസൈൻ പീരിയഡ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി പീരിയഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഒരു പീരിയഡിൽ വന്നിട്ട് നമ്മൾ ഈ അതായത് നമ്മൾ ഈ പ്രൊവിഷൻ മെയ്ഡ് ചെയ്തത് ഈ കപ്പാസിറ്റിയോടെ എത്ര കാലം വർക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഡിസൈൻ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് സോഴ്സ് ഓഫ് ദിസ് വാട്ടർ. സോഴ്സ് ഓഫ് ദിസ് വാട്ടർ, വാട്ടറിൻ്റെ സോഴ്സും. സോ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് വന്നിട്ട് നേച്ചർ വാട്ടർ നമുക്ക് രണ്ട് തരത്തിലുള്ള സോഴ്സിൽ നിന്നും അവൈലബിൾ ആണ്. സർഫസും അതുപോലെ തന്നെ സർഫസ് രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. സോ സോഴ്സ് ഫസ്റ്റ് വന്നിട്ട് സർഫസ്, നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സർഫസ് എന്ന് പറയുന്നത്. സോ അതായത് അപ്പോൾ ക്വാളിറ്റി, ടോപ്പോഗ്രാഫി, ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ്, എലിവേഷൻ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സ് വന്നിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസിലെ സോഴ്സിന് ഈ സർഫസ് സോഴ്സ് തന്നെ കുറേ തരത്തിലുള്ള ടൈപ്സ് ഉണ്ട്. പോൺസ്, ലേക്സ്, സ്ട്രീംസ്, റിവേഴ്സ്. സോ റിവേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പെർനേലും നോൺ പെർനേലും. റിസർവോയ്സ് ഉണ്ട്, ദാറ്റ് ഈസ് അത് ആർട്ടിഫിഷ്യൽ ലേക്സ് ആണ്. പിന്നെ അടുത്തത് സബ്സർഫസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് ആണ്. ഓക്കെ. സോ അതിൽ സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വാട്ടർ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ സ്പ്രിങ്സിലാണ്. തിരുപ്പതിൻ്റെ സൈഡിലൊക്കെ പോയിച്ചാൽ നമുക്ക് നമ്മുടെ നമ്മുടെ അവിടെ കുളിച്ച് വെച്ചാൽ നമുക്ക് പാപമൊക്കെ പോകുമെന്ന് പറയില്ലേ. അപ്പോൾ മേ ബി ഇഫ് യു ഹാവ് എ സ്കിൻ ഡിസീസ്, നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ മേ ബി അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ കുളിക്കുമ്പോൾ മേ ബി കുറച്ചൊക്കെ ശരിയാകും. അതാണ് ഈ സ്പ്രിങ്ങത്തെ വാട്ടർ എന്ന് പറയുന്നത്, അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. സോ ദാറ്റ് ഈസ് സബ്സർഫസ് വാട്ടറിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ സ്പ്രിങ്, നെക്സ്റ്റ് വന്നിട്ട് ഇൻഫിൽട്രേഷൻ വർക്ക്. ഓക്കെ. ഇൻഫിൽട്രേഷൻ വർക്ക്. സോ ഇൻഫിൽട്രേഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫിൽട്രേഷൻ വർക്കിൽ രണ്ട് തരത്തിലുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഇൻഫിൽട്രേഷൻ വർക്കിൽ രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് ഈസ് ദിസ് ഇൻഫിൽട്രേഷൻ ഗാലറി ആൻഡ് നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഈസ് ഇൻഫിൽട്രേഷൻ വെല്ല്. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ടണൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതെന്ത് ചെയ്യുന്നു, ഷാലോ ഡെപ്തിൽ വന്നിട്ടുണ്ടാക്കും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ദിസ് ഈസ് 2 to 5 meter ബിലോ ദ ബെഡ് ഓഫ് ദ ബാങ്ക് ഓഫ് ദ റിവർ ആൻഡ് ഷാലോ ഡെപ്തിൽ വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ വാട്ടർ വന്നിട്ടുണ്ടാകും. സോ അതിൽ നിന്നും എടുക്കുന്നു, വെള്ളം വന്നിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇൻഫിൽട്രേഷൻ വർക്ക് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഉള്ളിലുള്ള വാട്ടർ, അതായത് ഒരു റിവറിൻ്റെ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെയൊക്കെ ബാങ്ക് ഓഫ് റിവർ ഓർ വി ക്യാൻ സേ ദാറ്റ് ബെഡ് ഓഫ് റിവറിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്തിൽ നിന്നും നമ്മൾ ആ വാട്ടറിനെ പുറത്തേക്ക് ആ സീപ്പേജ് വാട്ടറിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ വർക്ക്സ് എന്ന് പറയുന്നത്. വില്ലേജസിലൊക്കെ മോസ്റ്റ്ലി ഇൻഫിൽട്രേഷൻ വർക്ക്സ് ഉണ്ടാകും. സോ ക്വാളിറ്റിയും വന്നിട്ട് വളരെ സൂപ്പർബായിട്ടുള്ള ക്വാളിറ്റിയാണ്. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറ്റ് ഈസ് എൻ അണ്ടർഗ്രൗണ്ട് സോഴ്സ് ആയതുകൊണ്ടും ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടും വെരി ഗുഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു സ്മോൾ ട്രെഞ്ച് പോലെയൊക്കെ നമുക്കതിന് പറയാം. ഓക്കെ. നെക്സ്റ്റ് ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നതും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ടണൽ പോലത്തെ ഒരു ഇതാണെന്ന് നമുക്ക് പറയാം. അടുത്ത ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഹോളാണ്. സോ ഇറ്റ് ഈസ് എൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹോളാണ് വിച്ച് ഈസ് മെയ്ഡ് അറ്റ് ദ ബെഡ് ഓർ എ ബാങ്ക് ഓഫ് ദ സീവേജ് ഗാലറി എന്ന് പറയുന്നത്. പിന്നെ ജാഗ്വെൽ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാഗ്വെൽ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ഇൻഫിൽട്രേഷൻ വെല്ല് വന്നിട്ടുണ്ടാകുമല്ലോ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഹോളും. അപ്പോൾ അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് ജാഗ്വെൽ എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ജാഗ്വെൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വെൽ. സോ നെക്സ്റ്റ് വന്നിട്ട് വെല്ലാണ്. സോ വെൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ വെർട്ടിക്കൽ ഹോൾ വിച്ച് ഈസ് മെയ്ഡ് ഇൻ ദ ഗ്രൗണ്ട് ടു ടാപ്പ് ദ വാട്ടർ ഫ്രം ദ സർഫസ്. അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെൽ എന്ന് പറയുന്നത്. സോ ഈ വെൽ വന്നിട്ട് രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ വെൽ ഓർ ഡഗ് വെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ട്യൂബ് വെൽ ഓർ ദ ബോർ വെൽസ് എന്ന് പറയാം. സോ ഫസ്റ്റ് വന്നിട്ട് ദിസ് ഈസ് ഓപ്പൺ വെൽസ് എന്ന് പറയുന്നത്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡഗ് വെൽസ് എന്ന് പറയുന്നത്. ഓർ നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ട്യൂബ് വെൽസ് ഓർ ദിസ് ബോർ വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഓപ്പൺ വെൽ ഓർ ദ ഡഗ് വെൽ എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട്, ഷാലോ വെൽ അതുപോലെ തന്നെ ഡീപ് വെൽ എന്ന് പറയുന്നത്. അടുത്ത ട്യൂബ് വെൽസ് ഓഫ് ബോർ വെൽസ് എന്ന് പറയുന്നത് അത് വന്നിട്ട് കുറേ തരത്തിലുണ്ട്. ദാറ്റ് ഈസ് 15 to 230 centimeter, ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 20 meter. ആൻഡ് പിന്നെ ഇതിൻ്റെ ഓപ്പൺ വെൽ ഓർ ഡഗ് വെല്ലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 to 6 liter per second ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി, ട്യൂബ് വെല്ലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 to 45 liter per second ആണ്. സോ ഡെപ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 20 meter ആണ്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 17 meter. ഓക്കെ. ഇത് വന്നിട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് 2
to 9 മീറ്റർ ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 to 230 സെൻറ്റിമീറ്റർ, 50 to 230 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ ട്യൂബ്വെൽ ഓർ ദ ബോർവെൽസ് ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു ഷാലോ ട്യൂബ്വെൽസ് ആൻഡ് ഡീപ്പ് ട്യൂബ്വെൽസ്. സോ ഷാലോ ട്യൂബ്വെൽസ് ആണെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 20 to 70 ആണ്. ഡീപ്പ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 70 മീറ്റർ. പിന്നെ അടുത്തത് അക്യുഫയറിൽ നിന്ന് വെള്ളം വന്നിട്ട് എടുക്കുക അനുസരിച്ച് ട്യൂബ്വെൽ വന്നിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാവിറ്റി ടൈപ്പ് ട്യൂബ്വെൽ ഓർ വി ക്യാൻ സേ ദാറ്റ് സ്ട്രെയിനർ ഓർ സ്ലോട്ടർ ടൈപ്പ് ട്യൂബ്വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാവിറ്റി ആയിരിക്കും ആ വെല്ലിൻ്റെത്, മറ്റേതിൽ വന്നിട്ട് പെർഫറേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കളക്ഷൻ ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത്. സോ കളക്ഷൻ വാട്ടർ വന്നിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻടേക്സ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇൻടേക്സ് എന്ന് പറയുന്നതാണ് അത് ഒരു വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ മീൻസ് ഫോർ കളക്ടിങ് ദിസ് വാട്ടർ ഫ്രം ദ വാട്ടർ ബോഡീസ് ഓർ ഫ്രം ദ സർഫസ് ഓഫ് ദ വാട്ടർ ബോഡീസ്, ദാറ്റ് ഈസ് കോൾഡ് ദസ് ഇൻടേക്സ്. അപ്പോൾ ഇൻടേക്സ് എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചേഴ്സ് പോലെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതൊരു സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അത് വന്നിട്ട് എവിടെയാണ് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ സർഫസ് വാട്ടർ ബോഡിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അത് വന്നിട്ട് എന്തിനാണ് അത് ഇൻടേക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ ഫോർ ദ സേഫ് വിഡ്രോൾ ഓഫ് ദ വാട്ടർ ഓവർ എ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പൂൾ റേഞ്ചിൽ നിന്നും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഇൻടേക്സ് നമ്മൾ ഇൻടേക്സ് വന്നിട്ട് നമ്മൾ ഇൻടേക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സം ഓഫ് ദ പോയിൻറ്റ്സ് ടു ബി നോട്ടഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പോൾ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിൻറ്റ്സ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ് വാട്ടർ. സോ വേസ്റ്റ് വാട്ടർ വന്നിട്ട് ഉണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ ചെയ്യുന്ന ഒരു പ്ലേസ് വന്നിട്ട് ഉണ്ടാകും. സോ അതിൻ്റെ അപ്സ്ട്രീമിലായിരിക്കണം എപ്പോഴും വന്നിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതും കൂടി മിക്സ് ആകുമല്ലോ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഈസ് ഇൻടേക്ക് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ വേസ്റ്റ് വാട്ടർ disposal of the wastewater. And next is it should be located on the deep inside the source, not on the base. അപ്പോൾ അത് വന്നിട്ട് ബേസിലൊന്നും വന്നിട്ട് അത് കൊടുക്കാൻ പാടില്ല, ഡീപ്പായിട്ടായിരിക്കണം ഇത് വന്നിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോഴ്സിൽ നിന്നും വളരെ ഡീപ്പായിട്ട് വേണം ഇൻടേക്സ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് പ്യുവർ സോൺ ഓഫ് ദിസ് റിവറിലായിരിക്കണം കൊടുക്കേണ്ടത്, റിവറിൻ്റെ പ്യുവർ സോണിലായിരിക്കണം അതുകൊണ്ട് കൊടുക്കേണ്ടത്. പിന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡെപ്ത് വന്നിട്ട് എപ്പോഴും അവൈലബിൾ ആക്കിയിട്ട് വെക്കണം. പിന്നെ നാവിഗേഷൻ പോയിൻറ്റ്സിൽ നിന്നും എവേ ആയിട്ടായിരിക്കണം അതെപ്പോഴും കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് അറ്റ് ദിസ് മീൻഡറിങ് പൊസിഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മീൻഡറിങ് പൊസിഷനിൽ അവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് അവിടെയൊന്നും ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്ലഡ് സ്ഥലത്ത് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം ഈവൻ ഡ്യൂറിങ് അറ്റ് ദ ടൈം ഓഫ് ദ ഫ്ലഡ്. ഓക്കെ, പിന്നെ ഇൻടേക്സ് വന്നിട്ട് ഇൻടേക്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് വന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ട് ഡെലിവറി ചെയ്യുക. അതാണ് രണ്ട് തരത്തിൽ ഇൻടേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുക. ദാറ്റ് ഇസ് വെറ്റ് ഇൻടേക്ക്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റിവർ ഇൻടേക്കും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കളക്ട് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക, അത് വന്നിട്ട് ഡ്രൈ ഇൻടേക്ക് ഓഫ് ദിസ് റിസർവോയർ ഇൻടേക്ക്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് വാട്ടർ, ഓഫ് ദ കൺവെയൻസ് ഓഫ് ദിസ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ രണ്ട് തരത്തിൽ കൺവെയൻസ് ചെയ്യാം. ഒന്ന് ഗ്രാവിറ്റേഷണൽ conveyance of this, that is done through this open channels conveyance. Next വന്നിട്ട് pressure conveyance, that is to by this pipes. Okay, so ഈ പൈപ്പ് കൺവെയൻസ് ചെയ്യുന്ന സമയം ലോസ് വന്നിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ആ ലോസ് കണ്ടുപിടിക്കാൻ FL_V² ഡിവൈഡഡ് ബൈ ദിസ് 2GD എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡാർസീസ് ഇക്വേഷൻ. പിന്നെ ഹേസീസ് ഇക്വേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് Q ഈക്വൽ ടു AV. ഓക്കെ, സോ ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. Q ഈക്വൽ ടു AV. സോ അതനുസരിച്ചിട്ട് ഹേസൻസ് ഫോമുലയാണെങ്കിൽ V ഈക്വൽ ടു 0.85 ഇൻറ്റു CH R ഹോൾ റേസ് ടു 0.63 S റേസ് ടു 0.54. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വാട്ടർ ക്വാളിറ്റിയിലേക്ക് പോകാം.